പ്രതീക്ഷയുണ്ട്. എന്റെ മോനെ, അല്ല നിന്റെ മോനെ നീ രാമേന്ദ്ര എന്ന് വിളിക്കണം. നമ്മുടെ രാമേന്ദ്രനെ നീ പൊന്നുപോലെ വളർത്തണം. കരയണ്ട, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. ഞാൻ പോട്ടെ. എനിക്ക് സമ്മാനിച്ച എന്റെ കല്യാണിക്കുട്ടി, നന്ദി. ഫോർമാലിറ്റി ആണോ? അല്ല, നിന്നോട് യാത്ര പറയേണ്ടത് മാത്രം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കല്യാണിക്കുട്ടി. എനിക്കും. വിഷ്ണു, ജീപ്പ് പതുക്കെ മുന്നോട്ട് നീങ്ങുന്നു. വിഷ്ണുവിന്റെ മുഖം കല്യാണിയുടെ കണ്ണിൽ നിന്ന് മറയുന്നതിന് മുമ്പ് തന്നെ അവൾ ബോധരഹിതയായി വീഴുന്നു. വിഷ്ണു ജീപ്പിൽ നിന്ന് ചാടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവനിവിടെ ഇറങ്ങിയാൽ ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സൂപ്രണ്ട് വണ്ടി നിർത്താൻ സമ്മതിക്കുന്നില്ല. കല്യാണിയുടെ അടുത്തു നിന്ന് വണ്ടി വളരെ വേഗത്തിൽ തന്നെ പാഞ്ഞകുന്നു. കൈമൾ അങ്കിളും ആളുകളും ചേർന്ന് കല്യാണിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഈ സമയത്താണ് യാത്ര തുടരാൻ കഴിയാതെ കല്യാണിയുടെ അച്ഛൻ തിരികെ എത്തുന്നത്. സത്യം മറച്ചു വെക്കാനാവാതെ ഒടുവിൽ കൈമൾ അങ്കിൾ സംഭവിച്ചതെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറയുന്നു. അദ്ദേഹം കുറച്ചു നേരം സംസാരിക്കാതെ നിശ്ചലനായി നിൽക്കുന്നു. കണ്ണുകളിൽ ഞെട്ടലും വേദനയും നിറയുന്നു. ഇത്രയും കാലം താൻ വിശ്വസിച്ചതെല്ലാം തെറ്റായിരുന്നുവെന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം അദ്ദേഹം തകർന്നു പോകുന്നു. തുറക്കുന്ന കല്യാണി കാണുന്നത് തന്റെ അടുത്ത് നിൽക്കുന്ന അച്ഛനെയാണ്. സങ്കടം സഹിക്കാനാവാതെ കല്യാണി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. കല്യാണിയുടെ സങ്കടം കണ്ടപ്പോൾ രാമചന്ദ്ര മേനോന് മനസ്സ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ രക്ഷിക്കണം. രാമചന്ദ്ര മേനോൻ വിഷ്ണുവിനെ രക്ഷിക്കാനായി നല്ലൊരു വക്കീലിനെ ഏൽപ്പിക്കുന്നു. വിഷ്ണു ഭാര്യയെ കൊന്നത് മനഃപൂർവ്വമല്ല, വലിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു. ഇതിനിടയിൽ രേവതിയുടെ സഹോദരൻ വിഷ്ണുവിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. രേവതിയുടെ സഹോദരൻ ഇപ്പോൾ അവരുടെ കുട്ടിയെപ്പറ്റി തിരക്കി നാട്ടിലെത്തുന്നു. ഇതിനെ തുടർന്ന് വിഷ്ണുവിന്റെയും കല്യാണിയുടെയും ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും വിഷ്ണു ഒളിവിലായിരുന്നു, ഇപ്പോൾ ജയിലിലാണെന്നും അറിയുന്നു. രേവതിയുടെയും വിഷ്ണുവിന്റെയും കുട്ടി ഇപ്പോൾ മരണത്തോട് മല്ലിടുകയാണെന്ന് രേവതിയുടെ അനിയൻ മനസ്സിലാക്കുന്നു. ആ കുഞ്ഞിന് ഈ സമയത്ത് ഏറ്റവും ആവശ്യം വിഷ്ണുവിന്റെ സ്നേഹവും പരിചരണവുമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്റെ സഹോദരിയുടെ മരണത്തിന് താനാണ് കാരണമെന്ന കുറ്റബോധവും അവനെ വല്ലാതെ വേട്ടയാടുന്നു. വിഷ്ണുവിനെ രക്ഷിക്കാനുള്ള ഏക മാർഗം ഇതാണെന്ന് മനസ്സിലാക്കിയ രേവതിയുടെ അനിയൻ കുറ്റം സ്വയം ഏറ്റെടുക്കുന്നു. ഒടുവിൽ ജയിൽ മോചിതരായ വിഷ്ണുവിനെ നോക്കി കല്യാണിയും കൈമൾ അങ്കിളും ജയിലിന് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനം അവരുടെ കുട്ടിയെ സാക്ഷിയാക്കി യാതൊരു അഭിനയവുമില്ലാതെ രാമചന്ദ്രന് മുന്നിൽ അവർ വിവാഹിതരാകുന്നു.